HSIക്ക് തയ്യാറെടുക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 6ാമത്തെ മൊഡ്യൂളിലെ ആറ്റോമിക മാതൃകകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും എത്ര മാതൃകകൾ നമ്മൾ പഠിക്കാനുണ്ട് ഓർത്ത് നോക്കൂ. 3 ഉണ്ട് അല്ലേ? ഏതൊക്കെയാണത്? തോംസൺ ആറ്റം മാതൃക, റുദർഫോർഡ് ആറ്റം മാതൃക, ബോർ മാതൃക. ചെറിയ ക്ലാസ്സിൽ ഈ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഓർത്തെടുത്താൽ മതി. കുറച്ച് ഗ്യാപ്പ് വന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കെമിസ്ട്രിയിലെ എളുപ്പമുള്ള പോർഷൻസിൽ ഒന്നാണ് ഈ ആറ്റോമിക മാതൃകകൾ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ചോദ്യം നോക്കാം നമുക്ക്. തോംസണിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു വായിക്കൂട്ടോ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ആറ്റത്തിന് ഗോളാകൃതിയാണുള്ളത്. ബി, അതിൽ പോസിറ്റീവ് ചാർജ് തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സി, പോസിറ്റീവ് ചാർജ് ഗോളത്തിൽ നെഗറ്റീവ് ചാർജുകൾ ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണ്. അപ്പൊ കുറെ പേർക്കൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും, കുറച്ച് ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് പഠിച്ച് റിവിഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ആൻസർ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തുടങ്ങുന്ന ആൾക്കാർ പേടിക്കണ്ട, നമുക്ക് ഇവിടുന്ന് പഠിച്ചു പോവാം. അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്താണ് തോംസണിന്റെ മാതൃക എന്ന് നോക്കണം. നമുക്ക് നോക്കാം. തോംസൺ ആറ്റം മാതൃക കണ്ടെത്തിയത്, പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഒരു പോസിറ്റീവ് ഗോളത്തിന്റെ ഉള്ളിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ് പറയുന്നത്? ഒരു ഗോളം, പോസിറ്റീവ് ചാർജിന്റെ ഒരു ഗോളം. ഈ പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് ഈ ഗോളത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ പിങ്ക് കളറുള്ള പോർഷൻ, അതാണ് പോസിറ്റീവ് ചാർജ്. യൂണിഫോംലി ഈ ഗോളത്തിന്റെ ഉള്ളിലെ ഈ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്, തുല്യമായി വിതരണം ചെയ്ത് കിടക്കുകയാണ്. അതിലെ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് കിടക്കുന്നത്? ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. ഇനി പോസിറ്റീവ് ചാർജ് അത് 10 ഉണ്ടെങ്കിൽ ഇലക്ട്രോണുകളും എത്ര ഉണ്ടായിരിക്കും? 10 ഉണ്ടായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് ചാർജ് ഉണ്ടായിരിക്കുമോ? ഒരു 10 പോസിറ്റീവും 10 ഇലക്ട്രോണും ആണെങ്കിൽ, 10 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ചാർജ് ഉണ്ടായിരിക്കുമോ? ചാർജ് ഉണ്ടായിരിക്കില്ല, അത് ക്യാൻസൽ ആയി പോകും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി ന്യൂട്രൽ ആണ് എന്ന് പറയാം. എന്താണ്? വൈദ്യുതപരമായി ന്യൂട്രൽ ആണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് നോക്കൂ. പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇനി പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്താണെന്ന് പറയാം നമുക്ക്? വൈദ്യുതപരമായി നിർവീര്യമാണ്. ഈ 3 പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ് തോംസൺ മാതൃക എന്ന് ചോദിച്ചാൽ 3 പോയിന്റ്. ഏതൊക്കെ 3 പോയിന്റ്? പോസിറ്റീവ് ചാർജുള്ള ഗോളം, അത് ഇലക്ട്രോണുകൾ ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്താണ്? എണ്ണം തുല്യമായിരിക്കും. ആരെണ്ണം തുല്യമായിരിക്കും? പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന്റെ എണ്ണം തുല്യമാണെങ്കിൽ ആറ്റം എങ്ങനെയായിരിക്കും? നിർവീര്യമായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ 3 പോയിന്റ് കിട്ടിയില്ലേ? ഇനി ഇതിൽ ചോദിക്കാറുള്ള, PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തോംസൺ മാതൃകയ്ക്ക് പറയുന്ന മറ്റ് പേരുകൾ. ഇതിൽ മെയിൻ ആയിട്ട് ഓർത്തേക്കേണ്ടത് തണ്ണിമത്തൻ മാതൃക, വാട്ടർമെലൺ മോഡൽ. രണ്ടാമത്തെ പേരെന്താണ്? പ്ലം പുഡിംഗ് മോഡൽ, റേസിംഗ് പുഡിംഗ് മോഡൽ. എന്തുകൊണ്ടാണ് ഈ തോംസൺ ആറ്റം മാതൃകയെ ഈ പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ തണ്ണിമത്തൻ കണ്ടിട്ടുള്ളതല്ലേ? തണ്ണിമത്തന്റെ രൂപം എങ്ങനെയാ ഇരിക്കുന്നത്? ആള് പ്രപ്പോസ് ചെയ്ത മോഡലിന്റെ രൂപത്തിലല്ലേ? അതായത് റെഡ് കളർ കാണുന്ന ഭാഗം, തണ്ണിമത്തനിലെ ആ റെഡ് കളർ കാണുന്ന ഭാഗമാണ് പോസിറ്റീവ് ചാർജ്. അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കുരുക്കൾ എങ്ങനെയാ കിടക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകം ഡിസൈനിലോ പ്രത്യേകം പാറ്റേണിലോ അല്ലല്ലോ, ക്രമരഹിതമായി കിടക്കുകയല്ലേ. അപ്പൊ ഈ സീഡ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്യും. ഈ റെഡ് കളർ എന്താണ്? പോസിറ്റീവ് ചാർജും. സീഡ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്യും. അതേപോലെ പ്ലം പുഡിങ്ങിലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്യും. ബാക്കിയുള്ള ഭാഗം എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി റൈസിംഗ് പുഡിംഗ് എടുക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന മുന്തിരികൾ, അതാണ് ഇലക്ട്രോണുകൾ. ബാക്കിയുള്ള ബ്രെഡിന്റെ പോർഷൻ ആണ് എന്ത്? പോസിറ്റീവ് ചാർജ്. അപ്പൊ തോംസൺ ആറ്റം മാതൃക നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കേണ്ട 3 പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു?
പോസിറ്റീവ് ചാർജ് ഉള്ള ഗോളത്തിൽ ഇലക്ട്രോണുകൾ ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? പോസിറ്റീവ് ചാർജിന്റെ എണ്ണം, ആകെ പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും ആകെ നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റം വൈദ്യുതപരമായി എന്താണ്? ന്യൂട്രൽ ആണ്. പിന്നെ പഠിക്കാനുള്ളത് എന്താണ്? ഓർത്ത് വയ്ക്കാനുള്ളത് എന്താണ്? ഈ തോംസൺ മാതൃകയ്ക്ക് പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? വാട്ടർമെലൻ മോഡൽ, തണ്ണിമത്തൻ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ. ഏതൊക്കെയാണ്? തണ്ണിമത്തൻ മാതൃക, പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ. നമുക്ക് ആ ചോദ്യത്തിന്റെ ആൻസർ നോക്കാം. തോംസണിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആറ്റത്തിന് ഗോളാകൃതിയാണ് ഉള്ളത്. തെറ്റാണോ ആ പ്രസ്താവന? അല്ല, ശരിയാണ് അല്ലെ. ആറ്റത്തിന് ഗോളാകൃതിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പോസിറ്റീവ് ചാർജ് തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലേ? ശരിയല്ലേ? പോസിറ്റീവ് ചാർജ് തുല്യമായി, ആ റെഡ് കളർ കാണുന്ന പോർഷൻ തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കറക്റ്റ് ആണ്. പോസിറ്റീവ് ചാർജ് ഗോളത്തിൽ നെഗറ്റീവ് ചാർജുകൾ ക്രമരഹിതമായി വിന്യസിച്ചിരിക്കുന്നു. അതും കറക്റ്റ് അല്ലേ? ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണ്. ശരിക്കും ആ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ അത് തോംസൺ ആണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, അത് പറഞ്ഞത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പൊ തോംസണിന്റെ മോഡലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റല്ലേ? അപ്പൊ എന്താണ് ആൻസർ? ആൻസർ ബി. അടുത്ത ചോദ്യം നോക്കാം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആരാണ്? ലാവോസിയ, ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ, റൂദർഫോർഡ്. പറയേണ്ട ആവശ്യമില്ല അല്ലെ? ആരാണ്? ജെ തോംസൺ. ഒരുപാട് മോഡൽസ് പഠിച്ചിട്ട് വരുമ്പോൾ പ്ലം പുഡിംഗ് മോഡൽ, സൗരയൂഥ മാതൃക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ തോംസന്റെ ആണ് പഠിക്കുന്നത്, അപ്പൊ ജെ തോംസൺ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഓർത്ത് വെക്കണം, പ്ലം പുഡിംഗ് മോഡൽ ആരുടെയാണ്? ജെ തോംസണിന്റെ. പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ ആരുടെയാണ്? ജെ തോംസണിന്റെ. എളുപ്പല്ലേ? തോംസന്റെ മാതൃക എളുപ്പല്ലേ? അപ്പൊ അടുത്ത മാതൃകയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.